ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യുസാറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ ക്യുസാറ്റിൻ്റെ എന്താ പറയുക 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പക്ഷെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അലോട്ട്മെൻറ്റും ചിലർക്ക് കിട്ടി, പക്ഷെ അവരുടെ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അടുത്തൊരു അപ്ഡേറ്റ് ആണിത്. ഇത് ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ദി ബിടെക് ദർ ഇൻ്റഗ്രേറ്റഡ് MSc ഫോട്ടോണിക്സ് ഓർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ സയൻസ് പ്രോഗ്രാംസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ 3 പ്രോഗ്രാംസിൻ്റെയും വേണ്ടി ഉള്ള പുതിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ബിടെക് ഇൻ്റഗ്രേറ്റഡ് MSc ഫോട്ടോണിക്സ് റാങ്ക് ലിസ്റ്റ് ദോസ് ഹു ഹാവ് സബ്മിറ്റഡ് ഓപ്ഷൻസ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഓപ്ഷൻസ് കൊടുത്തവർക്കാണ് ഒരിത്. രണ്ടാമത് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ സയൻസ് റാങ്ക് ലിസ്റ്റ്. കാരണം ഇൻ്റഗ്രേറ്റഡ് MScക്കാർക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് അവർ രണ്ടാമത്തെ കാറ്റഗറി ആയിരിക്കുന്നത്. ഓൺലി ആർ എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അതായത് ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ പെട്ടവരും ഓപ്ഷൻസ് കൊടുത്തവർക്കും മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. Those candidates who got allotment and failed to pay the required fee will not be considered for online supplementary allotment. മുമ്പൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീ പേ ചെയ്യാതെയും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാതെ അഡ്മിഷൻ എടുക്കാത്തവരെ ഇതിൽ കൺസിഡർ ചെയ്യില്ല. The candidates who got allotment and paid the fees need not register for the online supplementary allotment. ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേ ചെയ്തവർ സെപ്പറേറ്റ് ഈ അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. They will be automatically considered in the online supplementary allotment for their higher option if vacancies are available. വേക്കൻസി ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇതുവരെ കിട്ടിയ കൺസിഡർ ചെയ്ത അലോട്ട്മെൻറ്റ്സ് പോലെ അവരെ കൺസിഡർ ചെയ്യും. Candidates who register for online supplementary allotment during the period mentioned in the schedule only will be considered for allotment. അതായത് രജിസ്റ്റർ ചെയ്യാൻ വേണം. ഇങ്ങനെ ഒന്നും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർ രജിസ്റ്റർ ചെയ്താലേ അവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. The allotment will be based on the options already registered by the candidates. Candidates need to register separately for BTech and Integrated MSc. BTechനും MSc ഫോട്ടോണിക്സിനും കൂടി ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. ഇൻ്റഗ്രേറ്റഡ് MSc സയൻസ് ആഗ്രഹിക്കുന്നവർ വേറെ രജിസ്ട്രേഷനും ചെയ്യണം. Candidates who fail to participate in the online supplementary allotment can participate in spot admission if any. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഓപ്ഷൻസ് കൊടുക്കാത്തവർക്ക് വേണമെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇനി ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. Candidates who have got allotment shall upload scanned copy of originals of all the required certificates and shall pay the fees applicable for the program allotted to them by way of online payments on or before the stipulated last date for payment of fees. അലോട്ട്മെൻറ്റ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അവരുടെ ഫീ പേ ചെയ്ത് സ്കാൻഡ് കോപ്പി ഓഫ് ഒറിജിനൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചെയ്തിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. പിന്നെ if a candidate fails to upload all the required certificates and to pay fee before the stipulated last date of payment of allotment, his or her allotment shall be cancelled. ആരെങ്കിലും ഫീ പേ ചെയ്യാതെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാതെ ഇരുന്നാൽ അവരുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. However, he or she can participate in the spot admission if any. സ്പോട്ട് അഡ്മിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഷെഡ്യൂളാണ് അടുത്തത്. ഓൺലി ദി കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് ബൈ ലോഗിങ് ടു കാൻഡിഡേറ്റ് പേജ് അറ്റ് admissions.qsat.ac.in as per the schedule described below will be considered for online supplementary allotment. അതായത് ഇതിൽ കൂടെ ഈ സൈറ്റിലൂടെ പോയി രജിസ്റ്റർ ചെയ്തവർ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യൂ. അപ്പോൾ ഡേറ്റ് പറയുന്നുണ്ട് 30 ഫ്രൈഡേ ആണ്. കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ബൈ ലോഗിങ് ടു കാൻഡിഡേറ്റ് പേജ് അറ്റ് ഈ admissions.qsat.ac.in പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് 30 മുതലാണ്. 31 സാറ്റർഡേ ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. എൻഡ് ഓഫ് ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ബൈ ലോഗിങ് ടു കാൻഡിഡേറ്റ് പേജ്. എലിജിബിലിറ്റി പറയുന്നത് ഓൾ കാൻഡിഡേറ്റ്സ് ഇൻ ദ റെസ്പെക്റ്റീവ് റാങ്ക് ലിസ്റ്റ് ഹു ഹാവ് രജിസ്റ്റേർഡ് ദെയർ ഓപ്ഷൻസ് ആൻഡ് നോട്ട് റിസീവ്ഡ് എനി അലോട്ട്മെൻറ്റ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും ലഭിക്കാത്ത ഓപ്ഷൻസ് എല്ലാം കൊടുത്ത് റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇനി നവംബർ 2 മൺഡേ ആണ് ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ആൻഡ് ഓൺലൈൻ ഫീ റെമിറ്റൻസ്. 2 തൊട്ട് അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. അന്ന് തൊട്ട് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും, ഫീ അടയ്ക്കുകയും ഒക്കെ ചെയ്യാം.
അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. 4-ാം തീയതി വരെ അവർക്ക് സെൻഡ് ഓഫ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ആൻഡ് ഓൺലൈൻ ഫീ റെമിറ്റൻസ്. എലിജിബിലിറ്റി ഇതിൽ പറയുന്ന ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഓൺലൈൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആൻഡ് പ്രൊവിഷണലി അഡ്മിറ്റഡ് കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് അപ്ഡേഷൻ ടു ദെയർ ഹയർ ഓപ്ഷൻസ് വിത്ത് ഡിഫറൻസ് ഇൻ ഫീസ്. ഓൾറെഡി ഈ മുമ്പ് കിട്ടാത്തവർക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം. അതേസമയം മുമ്പ് കിട്ടിയവർക്ക് കോഴ്സ് മാറി ഹയർ ഓപ്ഷൻസ് ഒക്കെ കിട്ടി അവർക്ക് ഫീ ചേഞ്ച് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ ഫീ പേ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് കിട്ടും, ഈ അലോട്ട്മെൻറ്റ് കിട്ടും. ദ വേക്കൻസി ലിസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 29/10 ഇൻ ദ വെബ്സൈറ്റ്. എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ 29-ാം തീയതി പബ്ലിഷ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഫീസ് സ്ട്രക്ചറൊക്കെ. പിന്നെന്താ ഹൗ ടു മേക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അത് ക്വിസാറിൻ്റെ സൈറ്റിൽ പോയിട്ടാണ്. പ്രൊസീഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് ആൻഡ് ഫീ പേയ്മെൻറ്റ് പേജ്. ആദ്യം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫീ പേയ്മെൻറ്റ് പേജ് വരും, അതിനുശേഷം ഫീ പേ ചെയ്യും. ആഫ്റ്റർ അപ്ലോഡിങ് സർട്ടിഫിക്കറ്റ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്യാൻ മേക്ക് പേയ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ചെയ്യാം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ത്രൂ. ഇതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 7 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതിൽ പ്രൂഫ് ഓഫ് കമ്മ്യൂണൽ റിസർവേഷൻ ഉള്ളവർ അത് ചെയ്യണം. KST ഓരോ ഇതിനും KSTക്ക് മാത്രം തഹസിൽദാർ, ബാക്കിയുള്ളവരൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്ന് റിസർവേഷൻ ഉള്ളവർ നോൺ ക്രിമിലെയറൊക്കെ കൊടുക്കണം. കേരളൈറ്റ് സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും വെക്കണം. പിന്നെന്താ ഇതൊക്കെ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊന്നും കൂടി വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. NRIസിനാണെങ്കിൽ അവർക്ക് NRI സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യുന്നുള്ളവർക്ക് അനക്സർ 1 പ്രകാരം ഡിക്ലറേഷൻ കൊടുക്കണം. പിന്നെ ചിൽഡ്രൻ ഓഫ് ഗൾഫ് വർക്കേഴ്സിന് അവർക്ക് റിസർവ്ഡ് ഫോർ കാൻഡിഡേറ്റ്സ് ഹൂസ് ഫാദർ ഓർ മദർ ഇസ് വർക്കിംഗ് ഇൻ എനി ഗൾഫ് കൺട്രി opted for CGWC should invariably upload scanned copy of following documents substantiating their claim for CGWCs. എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് കീമിൻ്റെ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ 31-ാം തീയതി ആണല്ലോ, അതിന് മുമ്പ് ഇത് വരുമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റിന് മുമ്പ് കൊടുക്കാമെങ്കിലും റിസൾട്ട് പറയുന്നത് 2-ാം തീയതി ആണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് അതിന് മുമ്പ് വരില്ല. ഇനി കീമിൻ്റെ എങ്ങാനും സെക്കൻഡ് ഇത് നീട്ടിയാലേ അങ്ങനെ പറ്റുള്ളൂ, പക്ഷെ അങ്ങനെ നമുക്കിപ്പോൾ വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിച്ച് ഒക്കെ ഡിസ്റ്റൻസൊക്കെ എടുക്കുക. പിന്നെന്താ ഇതിൻ്റെ സപ്ലിമെൻ്ററിയുടെ ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് 30-ാം തീയതി തൊട്ട് രജിസ്റ്റർ ചെയ്യും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.